നിങ്ങൾ യഥാർത്ഥത്തിൽ പോസിറ്റീവ് മൈൻഡ് ഉള്ളവരാണോ നെഗറ്റീവ് മൈൻഡ് ഉള്ളവരാണോ? പകുതി വെള്ളം നിറച്ചൊരു പാത്രം കണ്ടാൽ പോസിറ്റീവ് ചിന്താഗതി ഉള്ളവർ പറയും പകുതിയോളം വെള്ളമുള്ള ഒരു പാത്രം. അതേ പാത്രം നെഗറ്റീവ് ചിന്താഗതി ഉള്ളവർ കണ്ടാലോ, അവർ പറയും പകുതിയോളം ശൂന്യമായ പാത്രം. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിന് അസാധാരണമായ ആകർഷക ശക്തിയുണ്ട്. നാം പോസിറ്റീവായുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ പോസിറ്റീവായുള്ള സംഭവങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മറിച്ച് നെഗറ്റീവ് ചിന്താഗതികളാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവുകൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതാണ് നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞത്, നാം എന്ത് വിശ്വസിക്കുന്നോ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമുക്ക് പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കണം. നമുക്കൊരു പക്ഷേ ഇല്ലായ്മയുടെ അവസ്ഥയായിരിക്കാം, വേദനയുടെ അവസ്ഥയായിരിക്കാം, രോഗത്തിൻ്റെയോ നിരാശയുടെയോ ബലഹീനമായ അവസ്ഥകളായിരിക്കാം. എല്ലാ അവസ്ഥകളിലും പോസിറ്റീവായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. രോഗാവസ്ഥയാവട്ടെ, നെഗറ്റീവ് ചിന്താഗതികളെ മാറ്റി സൗഖ്യത്തെക്കുറിച്ചുള്ള പോസിറ്റീവ്നെസ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. ഇല്ലായ്മയുടെ അവസ്ഥയാകട്ടെ, നിറവിൻ്റെ സമൃദ്ധിയുടെ പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. സമാധാനത്തിൻ്റെ അവസ്ഥയാകട്ടെ, സമാധാനത്തിൻ്റെ പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. അപ്പോൾ ആ പോസിറ്റീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും, നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടും. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വെളിപ്പെടുമ്പോൾ നമ്മുടെ മുഖത്ത് സന്തോഷം ലഭിക്കും, നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വസ്ഥത ലഭിക്കും, എന്തിനേറെ നമുക്ക് നല്ല ഉറക്കം ലഭിക്കും. ഒരു മനുഷ്യൻ സ്വന്തം ചിന്തയിലൂടെ സ്വന്തം വിധി നിർമ്മിക്കാൻ ശക്തനാണ്. അവന് തൻ്റെ വിധിയെ മാറ്റാൻ കഴിയും. നെഗറ്റീവ് സാഹചര്യങ്ങളിലും നിങ്ങൾ പോസിറ്റീവ് വാക്കുകളൊന്ന് ഉപയോഗിച്ച് നോക്കി. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് പറഞ്ഞ് ഇയ്യോബ് പോസിറ്റീവായി ചിന്തിച്ചതുപോലെ കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ സാഹചര്യങ്ങളിൽ പോസിറ്റീവ് ചിന്താഗതികളോടെ നമുക്ക് മുന്നേറാം. നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും.